ബോർഡ് ജെറ്റിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വൈക്കം ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവന് ഒരേ ആഗ്രഹമേ ഉണ്ടായിരുന്നു. എന്താണെന്നോ? ഗാന്ധിജി ഒന്ന് തൊടണം. ഈ ആഗ്രഹത്തോടെ അവനും ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി. ഗാന്ധിജി ബോട്ടിൽ നിൽക്കുന്നത് ജെട്ടിയിലുള്ളവർക്ക് നന്നായി കാണുമായിരുന്നു. അധികം താമസിച്ചില്ല. ഗാന്ധിജി കയറിയ ബോട്ട് ജെട്ടിയിൽ വന്നെടുത്തു. മഹാത്മാഗാന്ധി കീ ജയ്, ഭാരത മാതാ കീ ജയ് മുദ്രാവാക്യങ്ങൾ അലയടിച്ചു. പല്ലുപോയ മോണക്കാട്ടി ചിരിച്ചുകൊണ്ട് കൂപ്പിക്കൈയോടെ ഗാന്ധിജിയെ പുറത്തിറക്കി. ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഗാന്ധിജി മന്ദം നടന്ന് ഒരുക്കി നിർത്തിയിരുന്ന തുറന്ന കാറിലേക്ക് കയറി. കാറിൽ പതുക്കെ സത്യാഗ്രഹ പന്തലിനെ ലക്ഷ്യമിട്ട് സാവധാനം മുന്നോട്ടു പോയി. അതിന് പിന്നിൽ കുറെ കുട്ടികളും മൂടുന്നുണ്ടായിരുന്നു. ആ 9ാം ക്ലാസ്സുകാരനും അക്കൂട്ടത്തിലുണ്ട്. ഗാന്ധിജി സത്യാഗ്രഹ പന്തലിലെത്തി. ഗാന്ധിജിയെ തൊടാൻ അവൻ പല അടവുകളും പയറ്റി. ഒടുവിൽ ആ കൊച്ചുമിടുക്കൻ ഗാന്ധിജിയെ തൊട്ടു. ഗാന്ധിജി തിരിഞ്ഞു നോക്കി അവനൊരു സുന്ദരൻ ചിരിച്ചു. ഇക്കാര്യം അധികം താമസിച്ചില്ല. വീട്ടുകാരെയും കൂട്ടുകാരെയും ഇപ്പോൾ തന്നെ അറിയിക്കണം. അവൻ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് അഭിമാനത്തോടെ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ടു, മഹാത്മാവിനെ തൊട്ടു. തന്റെ മകൻ ഗാന്ധിജിയെ തൊട്ടതിൽ ആ ഉമ്മയ്ക്കും വളരെ സന്തോഷമായി. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വിഖ്യാത സാഹിത്യകാരനായ മലയാളത്തിന്റെ അഭിമാനമാണ് അന്ന് തൊട്ട കൊച്ചുമിടുക്കൻ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, സ്വാതന്ത്ര്യ ദിനാശംസകൾ.